പ്രീവിയസ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ച് തെറ്റായ സൂചന ഏത്? ഇവിടെ തെറ്റായ സൂചന എന്ന് പറയുന്നത് ഒന്നാണ് തെറ്റായ സൂചന, അതായത് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണെന്നാണ് തെറ്റ്. ശരിയായിട്ടുള്ളത്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം? അതെന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ്ജ ഉൽപ്പാദന പുക് താഴ്വരയും മണികരണം. മണികരൺ ഇന്ത്യയിലെ പ്രധാന ഭൗമതാപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ്. 2023 ഡിസംബറിൽ ചൈനയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറംപണിക്കാർ എന്ന് പറയുന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈയിലാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈയിൽ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറംപണിക്കാർ. 2023 ഡിസംബറിൽ ചൈനയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ്. പുകത് താഴ്വരയും മണികരണും. ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചിട്ടുള്ളത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ.